എൻ്റെ സ്കിന്നിന് വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയണ്ടേ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷനും ഉണ്ടായിരുന്നു. ഇപ്പം ഫുൾ കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അകത്ത് മെജോറിറ്റി ഇപ്പം ഒരു 100%-നകത്ത് ഒരു 60 to 70% കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, ഒരു 60 to 70% നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ആൻഡ് അതാണ് എൻ്റെ സ്കിന്നിന് വന്നിട്ടുള്ള ഒരു നല്ലൊരു മാറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആകാൻ തുടങ്ങി. ഞാനിത് ആക്ച്വലി എൻ്റെ കയ്യിൽ യൂസ് ആക്കും, കാലിൽ യൂസ് ആക്കും, ആൻഡ് ഓൾസോ എൻ്റെ ഫേസിൽ യൂസ് ആക്കും. പിന്നെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടുമ്പോൾ ഭയങ്കര ഫ്രാഗ്രൻസ് ആണ് ഇതിന്. ഇപ്പം ഫ്രാഗ്രൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ഇതിടുന്നതിൽ. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഫ്രാഗ്രൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് തലവേദന എടുക്കും. അത്രയ്ക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇത് നമ്മുടെ ഫേസിലിടുമ്പോൾ ഒരു ടിംഗ്ലിങ് എഫക്റ്റ് വരും. ടിംഗ്ലിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരുമാതിരി ഒരു ടിംഗ്ലിങ് പോലെ ഒരു എഫക്റ്റ് വരും. അത് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്രാഗ്രൻസ് ഒരുപാട് ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കാം, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, മേ ബി ആ ഒരു ടിംഗ്ലിങ് എഫക്റ്റ് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഞാൻ നിയാസിനമൈഡും വൈറ്റമിൻ സി ഇതിൻ്റെ അകത്തുള്ള മിക്ക സെറം ഞാൻ യൂസ് ആക്കിയിട്ടുള്ളതാണ്. നിയാസിനമൈഡ് ആണെങ്കിലും റെറ്റിനോൾസ് ആണെങ്കിലും ഒക്കെ ഞാൻ യൂസ് ആക്കിയിട്ടും ഒന്നും എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ടിംഗ്ലിങ് എഫക്റ്റ് ഒന്നും അത് ഒറ്റയ്ക്ക് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ മേ ബി ദാറ്റ് ഈസ് ആ ഒരു ടിംഗ്ലിങ് എഫക്റ്റ് മേ ബി ഡ്യൂ ടു ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം. ഓക്കെ, അതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്യുവൽ UV ഫിൽറ്റേഴ്സ്, ദാറ്റ് മീൻസ് ഇത് നമുക്കിതൊരു SPF ആയിട്ട് നമുക്ക് യൂസ് ആക്കാമെന്നാണ്. പക്ഷേ SPF ആയിട്ട് യൂസ് ആക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് വേറൊന്നുമല്ല, ഇതിൻ്റെ അത് നമുക്ക് എപ്പോഴും SPF ആയിട്ടുള്ള ഒരു ക്രീം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കുന്നതായിരിക്കും, എസ്പെഷ്യലി SPF 50 അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കുന്നതായിരിക്കും എപ്പോഴും ഗുഡ്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. മറ്റേതിനെക്കാട്ടിലും വർക്കായത് ഇതാണ്. മറ്റേത് എൻ്റെ ഫേസിൽ എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് എനിക്ക് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ സാധനം എനിക്ക് നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.